നമസ്കാരം. മലയാളം വാരികയിൽ ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഒരു അഭിമുഖം കാണാനിടയായി. റംഷാദാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പിയെ അഭിമുഖം നടത്തിയിട്ടുള്ളത്. എന്തായാലും റംഷാദ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ആ ചോദ്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: പിണറായി വിജയൻ മകൾക്ക് വേണ്ടി സംഘപരിവാറുമായി കോംപ്രമൈസ് ചെയ്യുന്നു എന്ന പ്രചാരണം കേരളത്തിൽ ശക്തമാണ്. അങ്ങനെയുണ്ടോ? എങ്ങനെ സാധിക്കും അതെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ബ്രിട്ടാസ് പറയുന്നത് ഇങ്ങനെയാണ്: ആ പ്രചാരണം അസംബന്ധമാണ്. SFIക്കൊന്നും ഒരു കാര്യവുമില്ലാത്ത കേസാണത്. ഒരു കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓഹരി ഉടമയ്ക്കോ ഡയറക്ടർമാർക്കോ എന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ അവരുടെ പരാതി അന്വേഷിക്കേണ്ട ഏജൻസിയാണ് SFIO. എന്നിട്ട് പോലും അവർ ഇത് അന്വേഷിക്കുന്നു. മറ്റു പല ഏജൻസികളും അന്വേഷിക്കുന്നു. എത്രയോ കാലമായി പിണറായി വിജയനെ പലതരത്തിൽ വേട്ടയാടുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം: BJPയെയും RSSനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നേതൃത്വമാണ് പിണറായി വിജയൻ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ USP. തെരഞ്ഞെടുപ്പ് രംഗത്തെ USP ഉണ്ടല്ലോ, യൂണിക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. ഒരുപക്ഷെ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിനുള്ള പ്രധാന കാരണമായി ഇത് വന്നു ഭവിച്ചേക്കാം എന്ന ഒരു ഭയം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ രീതിയിലൊന്ന് കളങ്കപ്പെടുത്താം, അദ്ദേഹത്തിന്റെ USPയിൽ തിളക്കമാർന്ന വശത്ത് കുറച്ച് കറപുരട്ടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. പക്ഷെ കാര്യമില്ല. കേരളത്തിൽ പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവിന്റെ അചഞ്ചലമായ BJP വിരുദ്ധ, RSS വിരുദ്ധ മതേതര നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും നിലപാട് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ? ഒരു കാര്യം പറയാം. ഞാൻ പാർലമെന്റിൽ മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും ഒക്കെ പ്രസംഗിക്കുന്നു. പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ CPMന്റെ പ്രതിനിധിയല്ലേ? എന്നെ അവർ അങ്ങനെയല്ലേ കാണുന്നത്? മോദിയെയും അമിത്ഷായെയും നോക്കി കോൺഗ്രസ് നിലയിൽ നിന്ന് എത്ര പേരാണ് സംസാരിക്കുന്നത്? ഒന്ന് പറയൂ. അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണ് പലരും. അമിത്ഷാ സഭയിലുണ്ടെങ്കിൽ പ്രസംഗം മാറ്റുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാറ്റും. ഞങ്ങൾ ആരെങ്കിലും മാറ്റാറുണ്ടോ? എന്നെ പോലെ രാജ്യസഭയിലെ ബാക്ക് ബെഞ്ചറായ ഒരു അംഗത്തിന്റെ പ്രസംഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ പോലെ ഒരാൾ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? മിണ്ടാതിരുന്നാൽ പോരെ? എന്തുകൊണ്ട് മറ്റു മന്ത്രിമാർ തടസ്സപ്പെടുത്തി? അവർക്ക് നമ്മുടെ പൊളിറ്റിക്കൽ നരേഷൻ അസഹനീയമാകുന്നത് എന്തുകൊണ്ട്? എന്നെയും ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ മറ്റ് MP മാരെയും കാണുന്നത് കേരളത്തിന്റെ പ്രതിനിധികളായിട്ടല്ലേ? പിന്നെ എവിടെയാണ് അവരുമായി കോംപ്രമൈസ്? പിന്നാലെ തന്നെ മറ്റൊരു നല്ല ചോദ്യം കൂടി അതിൽ കാണാനിടയായി. മുന്നമാരെയും ജൂദാസുമാരെയും പരാമർശിച്ചുള്ള പ്രസംഗത്തിനോട് പുറമെ ഉണ്ടായതിനിപ്പുറം വ്യക്തിപരമായി ലഭിച്ച പ്രതികരണങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ബ്രിട്ടാസ് പറയുന്നു: യഥാർത്ഥത്തിൽ ആ പ്രസംഗം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ 10,000 മടങ്ങ് പ്രഹരശേഷിയുള്ളതായി മാറി. ഞാൻ കൺസീവ് ചെയ്തിരുന്നു പ്രസംഗം ഇങ്ങനെ ആയിരിക്കണമെന്ന്. ഇംഗ്ലീഷിൽ തുടങ്ങി അവസാനത്തെ കുറച്ച് സമയം മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചു. തലേ ദിവസം രാജ്യസഭാ സെക്രട്ടറിക്ക് എഴുതി കൊടുത്തു, ഞാൻ പ്രസംഗിക്കുമ്പോൾ അതിൽ മലയാളവും കൂടി ഉണ്ടാകുമെന്ന്. കാരണം ഞാൻ പറയുന്നത് അവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലാകണം. അങ്ങനെ എഴുതി കൊടുത്താൽ മാത്രമേ പരിഭാഷ ഉണ്ടാവുകയുള്ളൂ, സഭാരേഖയിലും വരികയുള്ളൂ. അത്രയും ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തിയിരുന്നു. പറഞ്ഞ കാര്യങ്ങളിലെ കൂട്ടിച്ചേർക്കലുകളും ഊന്നലുകളും ഒക്കെ അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കും. പക്ഷേ വലിയ തോതിൽ, വളരെ വലിയ തോതിൽ ആ പ്രസംഗം സ്വീകരിക്കപ്പെട്ടു. കാരണം കേരള സമൂഹത്തെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹവും മുനമ്പവും BJPയുടെ ഈ സ്നേഹവും കാപഠ്യവും ഒക്കെ വല്ലാതെ തിരയടിച്ചു നിൽക്കുന്ന സമയത്ത് ഇത് തുറന്നു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യം കൂടെ ഉണ്ടായി. ക്രൈസ്തവ നാമധാരിയായ ഞാനാണ് പറഞ്ഞത് എന്നതുകൊണ്ട് അതിൻ്റെതായ ഇമ്പാക്റ്റും ഉണ്ടായി. പക്ഷെ അതിഭീകരമായി രാഷ്ട്രീയ പ്രതിയോഗികളെ പിടിച്ചു കുലുക്കി. എന്തെല്ലാം ആഭാസം നിറഞ്ഞ മെസ്സേജുകൾ ഫോണിൽ വന്നുകൊണ്ടിരുന്നു. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വരുന്നു. പക്ഷെ അതൊരു കണക്കിന് അതിന്റെ ഒരു ബെഞ്ച് മാർക്കാണ്. അത്രത്തോളം അവരെ പിടിച്ചു കുലുക്കി. അവർ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നിനെ ഒറ്റയടിക്ക് പൊളിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടുപോയി. പ്രസംഗം കഴിഞ്ഞ് പാർലമെന്റിൽ ലോഞ്ചിൽ വെച്ച് ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല കേട്ടോ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഒരു കുഴപ്പവുമില്ല എന്ന് ഞാനും പറഞ്ഞു. ഞാൻ എന്റെ രാഷ്ട്രീയം പറയുന്നു, സുരേഷിന്റെ രാഷ്ട്രീയം പറയുന്നു. അതവിടെ തീർന്നെന്ന് കരുതി. കാരണം വർഷങ്ങളായി പരസ്പരം അറിയാവുന്നവരാണല്ലോ. ഒരാഴ്ച മുമ്പ് ഞാനും സുരേഷും മമ്മൂക്കയ്ക്കൊപ്പം കുറെ സമയം ഒന്നിച്ചുണ്ടായിരുന്നു. സുരേഷ് മമ്മൂക്കയെ കാണാൻ വന്നതായിരുന്നു. ആ ആളാണ് കൈരളിയുടെ ചെയർമാനെ കൂടി പരാമർശിച്ച് പ്രസംഗിച്ചത്. പക്ഷേ പെട്ടെന്ന് ഏതായാലും അതിൽ നിന്ന് വഴുതി മാറി. സ്റ്റാർ ഗ്രൂപ്പിലായിരുന്ന സമയത്ത് ഏഷ്യാനെറ്റിലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിക്ക് സുരേഷ് ഗോപിയുമായി കരാർ ഒപ്പുവെച്ചത് ഞാനാണ്. കാര്യമായി പടങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് സംഭവിച്ചത് ആ പരിപാടിയിലൂടെ ആയിരുന്നു. അന്നേ നല്ല ബന്ധമുണ്ട്. പക്ഷെ വളരെ പ്രതിലോമകരമായിട്ടല്ലേ അദ്ദേഹം സംസാരിച്ചത്? അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടാണോ സംസാരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത് എന്ന് തോന്നും. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പറയുകയല്ല, അങ്ങനെ രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ പറയുന്നത് ശരിയുമല്ല. സുരേഷ് ഗോപിയോട് ഒരു എമ്പതിയാണുള്ളത്.
അനുതാപം. കൂടെയുള്ളവർ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒന്നാമതായി പൊളിറ്റിക്കലി കൊറിയോഗ്രാഫ് ചെയ്യണം. ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് റൈറ്ററും വേണം, കൊറിയോഗ്രാഫറും വേണം. സംഭാഷണത്തെക്കാൾ അദ്ദേഹത്തിന് അപകടമുണ്ടാക്കുന്ന ചില ആംഗ്യങ്ങളൊക്കെയാണ് ചേഷ്ടകൾ. ഈ പ്രസംഗത്തിന്റെ കാര്യത്തിൽ എനിക്കുള്ള സംതൃപ്തി ഇവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റി എന്നതാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ട്രസ്റ്റ് കൂടി നമുക്ക് വേണം. കേരളത്തിന് പുറത്തെ മുസ്ലിം സമൂഹവും കേരളത്തിലെ മുസ്ലിം സമൂഹവും തമ്മിൽ അജഗജാന്തരമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിന് വെളിയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെയുള്ള മുസ്ലിങ്ങളെ കണ്ടാൽ ഏതൊക്കെയോ യുദ്ധത്തിൽ പരാജയപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായതയുടെ പട്ടുകുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ രൂപമാണ്. അന്ത്യമോർത്ത് കിടക്കുന്ന വ്യക്തി. ഞാൻ സത്യസന്ധമായി പറയുകയാണ്. പക്ഷേ കേരളത്തിൽ കാണുന്നത് മറ്റെല്ലാവരോടും തോളോട് തോൾ ചേർന്ന് ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന മുസ്ലിമിനെയാണ്, മലയാളിയാണ് എന്ന ആത്മാഭിമാനം. ഉത്തരേന്ത്യയിലെ ഈ സുരക്ഷിതത്വ കുറവുണ്ടല്ലോ, അവിടുത്തെ ആളുകളുടെ കണ്ണുനീരിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു വ്യക്തിയുടെ കണ്ണുനീരിന് സമൂഹത്തെ ചാമ്പലാക്കാൻ ശേഷിയുണ്ട്. ഒരു സംശയവും വേണ്ട. കേരളം അങ്ങനെയുള്ള ഒരു വേദിയാവരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ കൗശലം വെച്ചിട്ടല്ല പറയുന്നത്. മറ്റൊരു നല്ലൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. സംഘപരിവാറിനെ പോലെ തന്നെ CPM-നും കാസയോടും ക്രൈസ്തവ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങളോടും മൃദു സമീപനമുണ്ടെന്ന വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലും മൃദു സമീപനമില്ല. ഉദാഹരണം പറഞ്ഞാൽ വഖഫ് ബിൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ആദ്യമൊക്കെ ബില്ലിലെ വ്യവസ്ഥകളെ കുറിച്ചൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചു. പിന്നീട് മലയാളത്തിൽ അഡ്രസ് ചെയ്തത് RSSനെ മാത്രമല്ല കാസയെയും കൂടിയാണ്. അതായത് ക്രൈസ്തവ സമൂഹത്തിൽ ഈ ഒരു തീവ്രവാദം സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടിയുള്ള മുന്നറിയിപ്പാണിത്. RSSുമായി ഒരു ചെങ്ങാത്തത്തിന് ശ്രമിക്കുമ്പോൾ എന്താണ് RSS എന്ന് തിരിച്ചറിയണമെന്ന സന്ദേശം അവർക്ക് കൂടി കൊടുത്തതാണ്. RSSനോട് ചെങ്ങാത്ത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്ന തീവ്ര കാസ ഗ്രൂപ്പിനോടുള്ള മുന്നറിയിപ്പായാണ് ആ രീതിയിൽ അതിനെ അവതരിപ്പിച്ചത്. അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. CPM-ന് അവരുമായി ഒരു മൃദു സമീപനത്തിന്റെ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഒരു നല്ല ചോദ്യം കൂടി അതിൽ കാണാനിടയായി. അതിങ്ങനെയായിരുന്നു: ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരുമായി അടുപ്പത്തിലാണ് കോൺഗ്രസും UDF-ഉം എന്ന വിമർശനമുണ്ടല്ലോ. ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ കൂട്ടായ്മയെ ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് പറയുന്ന മറുപടി എങ്ങനെയാണ്: കോൺഗ്രസിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ് കാരണമെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഇടർച്ചയും തളർച്ചയുമാണ് ഇന്ത്യ ഈ നിലയിലെത്താൻ കാരണം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മനസ്സിൽ എക്കാലത്തും നിൽക്കുന്ന ഏറ്റവും ഷോക്കിംഗ് ആയ സന്ദർഭം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതാണ്. ബാബരി മസ്ജിദിന്റെ പതനത്തിലേക്ക് എത്തിച്ച എല്ലാ ഏടുകളും കോൺഗ്രസിന്റെ ഇടർച്ചയുടെയും തളർച്ചയുടെയും അവസരവാദത്തിന്റെയും നാഴിക കല്ലുകളാണ്. ഈ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ തന്നെ BJPക്ക് വളരാനുള്ള ഒരുപാട് ഇന്ധനം പകരുന്നതും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ആളുകൾ തന്നെയാണ്. രാജ്യസഭയിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിലായിരുന്ന പലരും അപ്പുറത്തിരിക്കുന്നത് കാണാം. ഇന്നലെ വരെ പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത ആളായിരുന്ന RPN സിംഗിനെ പോലുള്ളവർക്ക് പോലും അപ്പുറത്ത് നിന്ന് കോൺഗ്രസിനെതിരെ ആക്രോശം മുഴക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മനോഭാവം എന്താണ്? ഏത് വിധേയനവും അധികാരത്തിലെത്തുക, ആ ഒറ്റ അജണ്ടയേ ഉള്ളൂ. പക്ഷേ ഇത് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഫാബ്രിക്കിനെ ഉണ്ടാക്കാവുന്ന പരിക്കിനെ കുറിച്ച് ഇവർ അത്ര ബോധമുള്ളവരല്ല എന്നാണ് തോന്നുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് നൽകുന്ന മറുപടി. കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിൽ ഉൾപ്പെടുത്താം. എന്തായാലും നല്ല ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളുമാണ് നമുക്ക് എന്തായാലും ഈ അഭിമുഖത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒക്കെ നല്ല ഭംഗിയായി തന്നെ ജോൺ ബ്രിട്ടാസ് ഇതിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അഡ്രസ് ചെയ്യാനും അതുപോലെ തന്നെ CPM എന്ന് പറയുന്ന പാർട്ടി എന്താണ്, ആ പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു സ്പേസ് എന്താണ്, ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ ഒരു ഭംഗിയും ശക്തിയും കരുത്തും എന്താണെന്നൊക്കെ നന്നായി തന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസിന് വിവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.